RJ ബിൻസിയും ശൈത്യയും കൂടി റീ എൻട്രിക്ക് കയറിയത് കൊണ്ട് മാത്രമാണ് അനു ജയിച്ചതെന്നും കമന്റ്സ് വരുന്നുണ്ട്. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു പുളുവൊക്കെ? കേട്ടോടാ, അതാണ് പുളു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അങ്ങനെയുണ്ട്. അത് കണ്ടിട്ടില്ലേ? കണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. ഇല്ല, ഞാൻ കണ്ടില്ല. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. അങ്ങനെ വരുന്നുണ്ടായിരുന്നു. അതായത് നിങ്ങൾ റീ എൻട്രിയിൽ കയറിയിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഫീലിങ്സ് ആണ് പറയുന്നത്. അത് അപ്പൊ തോന്നിയ ഒരു ബുദ്ധിയാ. ബുദ്ധിയല്ല, തെമ്മാടിത്തരം. ഇതാണ് നിന്റെയൊക്കെ സംസ്കാരം. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫാമിലി ഓഡിയൻസ് ഇത് കാണുമ്പോഴത്തേക്ക് ഒരാളെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. ഒരാളെ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് അവര് പക്ഷെ ആ ഒരു വിക്ടിം ആകുന്ന ആളെ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ എന്ന് തോന്നുന്നു. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളിക്കാറ് വരും. അതുകൊണ്ടാണ് ഫിനാലയിൽ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് വോട്ട് കയറിയത്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കമന്റ്സ് ആയിരുന്നു അത്. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. അതിപ്പോ ഏത് മിടുക്കനും ഒരു അബദ്ധം പറ്റൂലോ. അത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. അനു എന്ന് പറയുന്ന വ്യക്തി ഈ ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കാൻ കയറിയപ്പോ തന്നെ ഈ വിനു എന്ന് പറയുന്ന PR ഇട്ട സ്റ്റോറിയാണ് കപ്പ് ഞങ്ങൾ തൂക്കും. അതിനൊന്നും ഇല്ലേ? അതിന്റെ സ്ക്രീൻഷോട്ട് സഹിതം നമ്മുടെ ശൈത്യ അടുത്തുണ്ട്. ശൈത്യ വരുമ്പോ നമുക്ക് ചോദിക്കാം. നിനക്കും സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. അത് മാത്രമല്ല, നമുക്ക് ഗെയിമിന്റെ ആ ഒരു ട്രാക്ക് പോകുന്ന കാണുമ്പോഴേ അറിയാം ഇത് അനുവിനുള്ളതാണെന്നുള്ളത്. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? കുറേശ്ശെ. എന്റെ അടുത്തൊക്കെ അനു, ഞാൻ ആ വഴക്കിന്റെ ഇടയ്ക്കും പറയുന്നുണ്ട്, അല്ലാണ്ടും പറയുന്നുണ്ട്, അനു പറഞ്ഞതാണ് നമ്മുടെ അടുത്ത് 16 ലക്ഷം കൊടുത്തു എന്നുള്ള കാര്യം. കേൾക്കാൻ നല്ല രസമുണ്ട്. പിന്നെ അത് കൃത്യമായിട്ട് പറയുന്നു, ശൈത്യ പറയുന്നു, ഇപ്പോഴും ഒരു വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ അടുത്തും പറഞ്ഞതാണ് ഞാൻ ഉള്ള സമയത്ത്. പക്ഷെ അനുവിനത് ഓർമ്മയില്ല. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? അതിനുശേഷം ലാലേട്ടൻ വന്ന എപ്പിസോഡ് ചോദിക്കുമ്പോൾ അനു പറയുന്നു ഒന്നും കൊടുത്തിട്ടില്ല ലാലേട്ടാന്ന്. അത് കഴിഞ്ഞ് അഞ്ജന നമ്പ്യാർ ഇന്റർവ്യൂല് പറയുന്നു 1 ലക്ഷം കൊടുത്തു. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം. അനുവാണ് ശരിക്കും ഗെയിം പഠിച്ചിട്ട് വന്ന ആള്. നമ്മൾ പറയാം അനീഷ് ചേട്ടനാ പഠിച്ചിട്ട് വന്നത്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. അനുവിനറിയാം എവിടെ എന്തൊക്കെ ചെയ്യണം, ഏത് രീതി നിക്കണം, എങ്ങനെ വോട്ട് കിട്ടും. ബ്രൂട്ടസ് ഒക്കെ നിന്റെ മുമ്പിൽ എന്തൊരു ഡീസന്റ്. അത് വെച്ച് അനു അങ്ങ് റീച്ചായി. എന്തായാലും കപ്പ് അനുവിനുള്ള കാര്യം ഉറപ്പായിരുന്നു. ഒന്ന് കരഞ്ഞൂടെ നിനക്ക്? ആരും കാണാതെ അപ്പൊ ഞങ്ങള് റീ എൻട്രിക്ക് കയറി സൈലന്റ് ആയിട്ടിരുന്നാലും അനു അവിടെ ഒറ്റപ്പെടൽ കാണിക്കും. എന്നാലും ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മള് അനുവിന്റെ അടുത്ത് മിണ്ടിയാലും ഇല്ലെങ്കിലും ഒക്കെ അനു അവിടെ ഒറ്റപ്പെട്ടിരിക്കും. ആൾക്കാർക്ക് ഒരു സിമ്പതി തോന്നും. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. അത് കാരണം ഞങ്ങള് കയറിയത് കൊണ്ട് മാത്രമല്ല അനു ജയിച്ചത്. ഞങ്ങള് കയറിയത് കൊണ്ട് ക്ലാരിറ്റി ഉണ്ടായി പല കാര്യങ്ങൾക്കും. അതിലെന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി.